ഓസ്ട്രേലിയയും ജപ്പാനും സൗത്ത് കൊറിയയും ഫിലിപ്പൈൻസും കാനഡയും അമേരിക്കയും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഉക്രൈനിലല്ലേ. ഏതെങ്കിലും രീതിയിൽ ചൈന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ഗ്ലോബലായിട്ട് അതിനെ എഫക്റ്റ് ചെയ്ത് അമേരിക്കൻ എക്കോണമിയും ഗ്ലോബൽ എക്കോണമിയെ സപ്ലൈ ചെയ്യുന്നതിനെയും ബാധിക്കും. ഇതിനൊരു സൊല്യൂഷന് വേണ്ടിയാണ് ഏത് രീതിയിൽ പോകാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത് അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഹൊണാലുവിൽ നടന്ന ഡിഫൻസ് ഫോറത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനു വേണ്ടിയാണ് ഇന്ത്യയെ ഈ പറയുന്ന ഓസ്ട്രേലിയയും ജപ്പാനും അമേരിക്ക ഉൾപ്പെടുന്നതിനെ കോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ചൈനയുടെ അപ്രമാദിത്വം കുറയ്ക്കുക. ഏതെങ്കിലും രീതിയിൽ ചൈന ഈ പറയുന്ന തായ്വാനെ ഈ രാജ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ചൈനയുടെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട്. ഇത് വന്നു കഴിയുമ്പോൾ ചൈനയ്ക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുടെ ബോർഡറാണ് ചൈന. മനസ്സിലായി? ഇതിൻ്റെ രസകരമായ സ്ട്രാറ്റജിക് തന്ത്രങ്ങളും കേപ്പബിലിറ്റിയും എല്ലാം പിടികിട്ടിയല്ലോ. ഇതിൻ്റെ പേരിലാണ് ഈ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയെ സഹായിക്കുന്നത്. അമേരിക്ക അതിൻ്റെ ടെക്നോളജി പാറ്റേൺസും വെപ്പൺസ് കൊടുത്ത് ഇന്ത്യയെ സഹായിക്കുന്നു. ചൈന ഒരിക്കലും ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട്, അതേപോലെ റഷ്യ പോലെ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ തായ്വാൻ പിടിച്ചെടുക്കുക ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ലോകം മുഴുവൻ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്.